നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിൽ. ഒരിടവേളയ്ക്ക് ശേഷം ഒരു വിഷയത്തിൽ സർക്കാരിനെ ഒരേ സ്വരത്തിൽ വിമർശിച്ച് ഗവർണറും പ്രതിപക്ഷവും. പൂക്കോട് വെറ്ററിനറി വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIയെ കടന്നാക്രമിക്കാതെയായിരുന്നു ഗവർണറുടെ പ്രതികരണം. TP കേസ് വരെ ഉദാഹരിച്ച് ക്യാമ്പസ് രാഷ്ട്രീയത്തിനപ്പുറം CPIM പിന്നിൽ നിന്ന് നടത്തുന്ന അക്രമ രാഷ്ട്രീയമായാണ് പൂക്കോട് സംഭവത്തെ ഗവർണർ ചിത്രീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ CPIMനെതിരെ SFIയെ തന്നെ കരുവാക്കിയാണ് ഗവർണറുടെ തിരിച്ചടിക്കൽ തന്ത്രം. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടതിനു ശേഷം ഗവർണർ നടത്തിയ പ്രതികരണം അതിന്റെ തെളിവായി. SFI activists being involved, everybody is, even police is admitting it. The university is also admitting it. So you are saying what is obvious, everybody knows about it. The real problem which I see is the cult of violence. Tragedies do happen, but the manner in which cult of violence is being promoted in this in our state and in a society like this, certain forces are promoting the cult of violence. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. അലക്സ്, ഒന്നിലധികം തവണ SFI പ്രവർത്തകരെ ക്രിമിനലുകളെന്ന് വിളിച്ചിരുന്നു ഗവർണർ. ഇന്നിപ്പോൾ അതിനപ്പുറത്തേക്ക് പോലും വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് കയ്യിൽ കിട്ടിയത്. പക്ഷേ അങ്ങനെയല്ല ഗവർണർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പസിലെ ഒരു വിഷയമെന്നതിനപ്പുറം CPM പിന്നിൽ നിന്ന് നടത്തുന്ന അക്രമ രാഷ്ട്രീയം എന്ന വലിയൊരു വിധാനത്തിലേക്ക് ഗവർണർ ഈ വിഷയത്തെ ഉയർത്തുകയാണോ? വേണു, നിസ്സംശയം പറയാം അതുതന്നെയാണ്. കാരണം നമുക്കറിയാം, ഗവർണറും SFIയുമായുള്ള പോര് അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗവർണർ എവിടെ പോയാലും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന നിലപാടിൽ നിന്ന് SFI ഒരു പടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അവർക്കെതിരെയുള്ള ഗവർണറുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെ തുടരുന്നൊരു ഘട്ടമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് ഈ വിഷയം വീണു കിട്ടുന്നത്. പ്രധാനമായി ഈ ദാരുണമായ സംഭവത്തിൻ്റെ പ്രതിപട്ടികയിൽ SFI പ്രവർത്തകർ കൂടെയുണ്ട്, SFI നേതാക്കൾ കൂടെയുണ്ട്. അവർ കൂടി പോലീസിൻ്റെ പിടിയിലാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി ഇന്ന് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം SFIക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചത്. മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഗവർണറുടെ പ്രതികരണം മറ്റൊരു തലത്തിലായിരുന്നു. ഈ വിഷയത്തെ ഗവർണർ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം SFI എന്ന വാക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തിൽ SFI പ്രവർത്തകരുടെ പങ്ക് അത് പോലീസ് അന്വേഷണത്തിലും യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിലും അടക്കം വ്യക്തമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ആക്രമങ്ങൾക്ക് ഈ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നു, വിദ്യാഭ്യാസ സമ്പന്നർ ഏറെയുള്ള നാടാണ്, സകല സൂചികകളിലും ഒന്നാമത് നിൽക്കുന്ന നാടാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരം അക്രമങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, അതുപോലെ തന്നെ മറ്റക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. യുവാക്കളെ കരുവാക്കുന്നു, യുവാക്കളെ ബലിയാടാക്കി ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അവരെ ബലിയാടാക്കുന്നു എന്ന് അദ്ദേഹം ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു ചില രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ കമ്മ്യൂണിസം, അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അക്രമത്തെ പിൻപറ്റി വരുന്ന ഒരു ആശയമാണ്. ലോകത്തെല്ലായിടത്തും അത് തകർന്നു, കേരളത്തിൽ മാത്രമാണ് ദൗർഭാഗ്യവശാൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. TP കേസ് ഉദാഹരിച്ച് അദ്ദേഹം പറഞ്ഞത് TP കേസിൽ കൂടെ ഉണ്ടായിരുന്ന ആളെയാണ് അവർ വധിച്ചത്. ആ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തുകയാണ് ചെയ്തത്. ശിക്ഷിക്കപ്പെട്ടവരൊക്കെ നേതാക്കളാണ് എന്നുള്ളത്, അതിനപ്പുറം ഈ അക്രമത്തിന് എന്തു തെളിവ് വേണം എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. കൃത്യമായി തന്നെ CPMനെ ഉന്നം വെച്ചുള്ള ഒരു നീക്കം, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അത്തരമൊരു നീക്കം ഗവർണർ ബോധപൂർവം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് തെളിയിക്കുന്നത്. അദ്ദേഹം വൈകാരികമായ ഒരു പ്രതികരണം കൂടെ നടത്തി. താൻ അതീവ ദുഃഖിതനാണ്, അതീവ സങ്കടത്തിലാണ് താൻ. അതിൻ്റെ അർത്ഥം ഇത്തരം അക്രമങ്ങൾ യുവാക്കൾ അവരുടെ ജീവിതം ബലിയാടാക്കുന്നു. ഒരു സേന തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാക്കി യുവാക്കളെ അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് മാറ്റമുണ്ടാക്കണം. കേരളം
മാറി ചിന്തിക്കണം, പൊതുസമൂഹം മാറി ചിന്തിക്കണം, യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥികളെയും ബലിയാടാക്കാതിരിക്കുക, രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ പുനർവിചിന്തനം നടത്തണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വളരെ സുവ്യക്തമാണ് ഗവർണറുടെ ഉദ്ദേശം. ഗവർണർ SFIയെ ഈ വിഷയത്തിൽ കടന്നാക്രമിച്ചില്ല, പകരം SFIക്ക് പിന്നിൽ CPM ആണ് ഈ വിഷയങ്ങൾ, അതായത് SFIയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് CPM ആണെന്നും അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നത് CPIM ആണെന്നും അതും TP വധക്കേസുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഇന്നത്തെ പ്രതികരണം എന്നുള്ളത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഈ അക്രമ രാഷ്ട്രീയം അത് SFIയുടേതല്ല, പ്രത്യേകിച്ച് CPMന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും പൊതുസമൂഹം ചിന്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്ന സന്ദേശമാണ് അദ്ദേഹം ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത്. വേണം അലക്സ് റാം മുഹമ്മദ്, ഒരു ചോദ്യം കൂടി. ഇന്നിപ്പോ ഗവർണർ മാത്രമല്ല സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടത്, മന്ത്രി GR അനിൽ, അതുപോലെ തന്നെ KC വേണുഗോപാൽ, പിന്നെ VCയും വരികയുണ്ടായി. പ്രധാനമായും ഇവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ചുരുക്കി. ഗവർണറെ കൂടാതെ വീട്ടിലേക്ക് എത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. SFIക്കെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തി. ഹോസ്റ്റലുകളെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റുകയാണ് SFI എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. SFIക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ് ഇത്തരം അക്രമങ്ങൾ അരങ്ങേറുന്നത്. അവരെ SFIയെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപട്ടികയിലാക്കണം എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആരോപണവും അത്തരത്തിൽ രൂക്ഷമായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആൾക്കൂട്ട വിചാരണയെ തുടർന്നുണ്ടായ മരണമാണ്, അതിൽ ഇരയാക്കപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥും എന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അതുപോലെ തന്നെ മന്ത്രി GR അനിൽ ആ വസതിയിലേക്ക് എത്തിയിരുന്നു. മന്ത്രി GR അനിൽ സർക്കാരിന്റെ പൂർണ്ണ ഉറപ്പ് അത് കുടുംബത്തിന് നൽകുകയായിരുന്നു. അതൊരു രാഷ്ട്രീയ സംഭവമല്ല, മറിച്ച് ആ കോളേജിലെ 2 ബാച്ചുകൾ തമ്മിലുണ്ടായ വിഷയമാണ്. സീനിയർ ജൂനിയർ റാഗിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. അതുമാത്രമല്ല, മുഖം നോക്കാതെയുള്ള നടപടി അവർക്ക് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയതെന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതിനെല്ലാം പിന്നാലെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ അവിടേക്ക് എത്തുന്നത്. വൈസ് ചാൻസലർക്ക് മുമ്പിൽ പ്രധാനമായി കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ ഡീനിനെതിരെ നടപടി വേണം എന്നുള്ളതാണ്. കാരണം 3 ദിവസം ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചിട്ടും തൊട്ടടുത്ത് താമസിക്കുന്ന ഡീൻ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട്. തങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഡീനെതിരെ നടപടി വേണം, വാർഡനെതിരെ നടപടി വേണമെന്ന ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. എല്ലാ അർത്ഥത്തിലും തങ്ങൾക്കൊപ്പമുണ്ട്, പൂർണ്ണ ഉറപ്പ്, സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ള ഉറപ്പ് അത് VC നൽകിയാണ് കടന്നുപോയത്. VC പറഞ്ഞത് ഡീനെതിരെ പെട്ടെന്ന് തനിക്കൊരു നടപടി എടുക്കാൻ സാധിക്കില്ല, കാരണം അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. ഡീൻ്റെ പങ്ക് വ്യക്തമാകേണ്ടതുണ്ട്. ആ പങ്ക് വ്യക്തമായതിനു ശേഷം ഡീനാണെങ്കിലോ മറ്റു പങ്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പങ്കുള്ളവരാണെങ്കിലോ കൃത്യമായ നടപടി ഉണ്ടാകും, കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് VC പറഞ്ഞത്. തനിക്കുമേൽ സമ്മർദ്ദമുണ്ടോ, അതായത് VCക്ക് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നും തനിക്കുമേലില്ല. മുൻപ് ഇതുപോലത്തെ അക്രമങ്ങൾ പൂക്കോട് ക്യാമ്പസിലോ പൂക്കോട് സർവകലാശാലയുടെ തന്നെ കീഴിലുള്ള മറ്റ് 7 ക്യാമ്പസുകളിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും വൈസ് ചാൻസലർ പറഞ്ഞു. എന്താണെങ്കിലും അതിൽ തൃപ്തരല്ല കുടുംബം എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുടുംബം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഡീനെതിരെ നടപടി വേണം, കാരണം ഡീൻ ഈ വിഷയം സമയബന്ധമായി തങ്ങളെ വിളിച്ച് അറിയിച്ചില്ല, തങ്ങളോട് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഈ കുടുംബാംഗങ്ങൾ വരുന്നവരോടൊക്കെ പറയുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ട് താനും. എന്താണെങ്കിലും ഡീനെതിരെ നടപടി വേണമെന്ന ആവശ്യം കൃത്യമായി തന്നെ അവർ ഉയർത്തുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അതാണ്, ഡീനെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കണം എന്നാണ് VD സതീശൻ പറഞ്ഞത്. വേണം അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പൂക്കോട് അന്വേഷണത്തിൽ നടന്ന അട്ടിമറിയുടെ ചുരുളഴിച്ചത് രമേശ് ചെന്നിത്തലയാണ്. സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയിൽ ഒതുക്കാനായിരുന്നു SHOയുടെ നീക്കമെന്ന് ചെന്നിത്തല പറഞ്ഞു. DYSP അന്വേഷണം ഏറ്റെടുത്തതോടെയാണ് SFI നേതാക്കൾ പ്രതികളായത്. DYSPയെ CPIM നേതാവ് CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ MLA C ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും DYSPയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഇതിന് ഉദാഹരണമാണ്. അഭിജിത്ത് മുഴക്കുന്ന വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, SHO ഏത് രൂപത്തിൽ ഈ കേസ് ഒതുക്കാൻ ശ്രമിച്ചു എന്നാണ് ചെന്നിത്തല പറയുന്നത്? DYSP എത്തിയതിനു ശേഷം രാഷ്ട്രീയമായി DYSPയെ സമ്മർദ്ദത്തിലാക്കി എന്തൊക്കെ നടപടികൾ CK ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇന്നിപ്പോൾ ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത്?
വേണു, പ്രധാനമായും ഈ സംഭവത്തിൽ CPM-നെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള CPM നേതാക്കളുടെ ഇടപെടലുകൾ കൂടി ചൂണ്ടിക്കാട്ടാനുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ സിദ്ധാർത്ഥ് മരിച്ചത് കണ്ട ശേഷം സിദ്ധാർത്ഥിനെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനു പിന്നാലെ ഇത് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങൾ, അതിനുശേഷം പ്രണയ നൈരാശ്യം, ഇതൊക്കെ കാരണമാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലേക്ക് ഈ സംഭവത്തെ ലഘൂകരിക്കാനുള്ള ഒരു ഇടപെടലാണ് പൂക്കോട് SHOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് നിലവിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു. പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ ഇടപെടലുകളെ കൂടി രമേശ് ചെന്നിത്തല തുറന്നു കാട്ടുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന് മുൻ MLA CK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CK ശശീന്ദ്രൻ ഈ DYSPയെ, ഈ കേസ് അന്വേഷിക്കുന്ന DYSPയെ ഭീഷണിപ്പെടുത്തിയെന്നും അതിൻ്റെ ഭാഗമായാണ് അന്വേഷണത്തിൽ മറ്റു തരത്തിലുള്ള പുരോഗതി ഇല്ലാത്തത് എന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മാത്രമല്ല, ഈ പ്രതികളെ, ഈ പ്രതിപട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രതിപട്ടികയിലുള്ളത് മുഴുവൻ പേരും SFI പ്രവർത്തകരാണ്, SFI അനുഭാവികളാണ്, നേതാക്കളാണ്. ഈ പ്രതിപട്ടികയിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൽപ്പറ്റയിലെ CPM-ന്റെ ഓഫീസിലാണ് ഈ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചത് അടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് നിലവിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ SFIയുടെ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം എന്നുള്ളത് പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസും BJPയും അടക്കം, പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം, വിദ്യാർത്ഥി സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് SFIയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ മർദ്ദനം നടന്നത് എന്നുള്ള കാര്യം ആരോപണമായി ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രമേശ് ചെന്നിത്തല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, ഈ പ്രതികളെ CPM-ന്റെ ഓഫീസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചു. മറ്റൊന്ന്, ഈ DYSP, അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഏതായാലും CPM-നെ കൂടി ഈ ഒരു സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് പ്രതിപക്ഷ പാർട്ടി. ശരി അഭിജിത്ത്, ഒരു കാര്യം കൂടി, ഇപ്പൊ 3 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയുന്നു. ഇപ്പോൾ എത്ര പേര് അറസ്റ്റിലായി? എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി? വേണു, പ്രതിപട്ടികയിലുള്ളത് 18 പേരാണ്. അതിൽ 10 പേരുടെ അറസ്റ്റും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 2 പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു. മൂന്നാമതൊരാളെ വർക്കലയിലെത്തി പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇന്നലെ കസ്റ്റഡിയിലായ 3 പേരുടെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, അതുപോലെ തന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ, ഒപ്പം തന്നെ SFIയുടെ കോളേജ് യൂണിയൻ അംഗം ആസിഫ് ഖാൻ. ഇത്തരത്തിൽ 3 പേരുടെ അറസ്റ്റ് കൂടിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൂടുതൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയാണ്, കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുകയാണ്. രാവിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് അറിയാനായി സാധിച്ചത് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളുമെന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 25-ലധികം പ്രതികളിലേക്ക് ഒരു പക്ഷേ പോലീസ് എത്താനുള്ള സാധ്യത അവിടെ അവശേഷിക്കുകയാണ്. ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്നുകൊണ്ട്. ശരി അഭിജിത്ത്, തുടരുക. തുടർന്നുള്ള ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി നൽകാനായി തുടരുക അഭിജിത്ത്. പൂക്കോട് സംഭവത്തിൽ മന്ത്രി ചിഞ്ചു റാണി തന്നെ രംഗത്ത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് മന്ത്രിയും വെറ്ററിനറി സർവകലാശാല പ്രോസ് ചാൻസലറുമായ ജെ ചിഞ്ചു റാണി. സിദ്ധാർത്ഥിന് എന്ത് സംഭവിച്ചു എന്ന് രക്ഷിതാക്കളെ അറിയിച്ചില്ല. ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ചുമതല നിറവേറ്റിയില്ല. കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റവർക്ക് സംഭവിച്ചത്, ഈ കുട്ടി മരണപ്പെട്ടു. ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. അവരത് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത്. സിദ്ധാർത്ഥിൻ്റെ കുടുംബം അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടുന്നത്, അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര കുറ്റവാളികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി തുടരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അഭിജിത്ത്, മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഇതടക്കം ഇപ്പോൾ പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഈ ഡീൻ്റെ CPI ബന്ധം,
ഡീൻ ആകെ ഉണ്ടായ ഒരു വീഴ്ച ഈ കാര്യം രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിൽ മാത്രമായിരുന്നു എന്നൊക്കെയാണ് മന്ത്രിയുടെ ന്യായീകരണം. ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങളായി. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് സിദ്ധാർത്ഥൻ വിധേയനായി എന്നതടക്കം ഈ ഡീനിനറിയാം. അതൊന്നും പോലീസിനെ പോലും അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇവരെല്ലാം. എന്നിട്ടും മന്ത്രി ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേണു, ഇക്കാര്യത്തിൽ ഈ ഡീനിന്റെ CPI ബന്ധം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. CPIയുടെ അധ്യാപക സംഘടനയുമായി സർവകലാശാല ഡീനിന് ബന്ധമുണ്ട്. അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഡീന് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതായാലും ഇക്കാര്യത്തിൽ ഡീന് സംഭവിച്ച പിഴവുകൾ വലുതാണ്. കാരണം ഈ കുട്ടിയുടെ ആത്മഹത്യ, കുട്ടിയുടെ മരണം നടക്കുന്നു. ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമാണ് ഈ ഒരു സംഭവം രക്ഷിതാക്കളെ ഡീൻ അറിയിക്കുന്നത്. അതായത് മറ്റ് വിദ്യാർത്ഥികൾ മുഖാന്തരമാണ് ഈ സംഭവത്തെക്കുറിച്ച് രക്ഷിതാക്കൾ അറിയുന്നത്. അതിനുശേഷമാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ഡീനിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഈ മരണം നടന്ന് പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുതന്നെയാണ് ഈ ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം ശക്തമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഡീനിന്റെ വീഴ്ചയെ ജെ ചിഞ്ചുറാണി കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ ഒരു മരണം നടന്നു എന്നറിഞ്ഞിട്ടും കൂടുതൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഡീനിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന വിമർശനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൂടുതൽ നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. നേരത്തെ ഇക്കാര്യം VCയോട് ഈ കുടുംബം സംസാരിച്ചിരുന്നു. നേരത്തെ VC കുടുംബത്തെ കാണുമ്പോൾ കുടുംബം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കുടുംബത്തോട് VC പറഞ്ഞ ഒരു മറുപടി, ഈ വ്യക്തമായ ഒരു തെളിവ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഡീൻ നടത്തിയോ എന്നതിൻ്റെ തെളിവ് നിലവിൽ ലഭിച്ചിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നടപടികൾ താൻ സ്വീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ ഡീനിന്റെ ഇടപെടലുകൾ നമുക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മരണം രക്ഷിതാക്കളെ അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ, അതായത് ഡീനിന്റെ CPI ബന്ധം, കൂടാതെ അത് ഏതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഈ ക്രൂരകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പോലീസാണ് വിശദീകരണം നൽകേണ്ടത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. നമ്മുടെ പ്രതീക്ഷ. വേണു. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തി. തമിഴ്നാട്ടുകാരായ ജയസൂര്യൻ, ശ്രീപ്രിയ എന്നിവരെയും ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 മാസം മുൻപാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് നിഗമനം. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, 3 മാസം മുൻപ് നടന്ന സംഭവം, അതിപ്പോൾ കൊലപാതകമാണെന്ന സൂചനകൾ എങ്ങനെ പുറത്തു വന്നു? എന്താണ് ഇത്രയും ഒരു കൊടും ക്രൂരകൃത്യത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? വേണു, ഇന്ന് രാവിലെ മലപ്പുറം തിരൂരിൽ തമിഴ്നാട്ടുകാരിയായിട്ടുള്ള ശ്രീപ്രിയയും ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവും ചേർന്നൊരു തർക്കം ഉണ്ടാവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തമിഴ്നാട് സ്വദേശിയായ ജയസൂര്യൻ, അതോടൊപ്പം തന്നെ ശ്രീപ്രിയ, ഇവർ ഒരുമിച്ച് തിരൂരിൽ കഴിഞ്ഞ 3 മാസമായി താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ ഇപ്പോൾ അതിൽ 1.5 വർഷം മുന്നേ ഈ ശ്രീപ്രിയ വിവാഹം കഴിക്കുകയും അതിലൊരു ഭർത്താവ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ 3 മാസം മുന്നേ ശ്രീപ്രിയ ഉപേക്ഷിച്ച് മലപ്പുറം തിരൂരിലെത്തി ജയസൂര്യൻ എന്ന് പറയുന്നയാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. അതിനിടയിൽ ഇന്ന് രാവിലെ ഇവരുടെ മുൻ ഭർത്താവ് തിരൂരിലെത്തുകയും കുഞ്ഞ് എവിടെയെന്ന് അന്വേഷിക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കുഞ്ഞ് എവിടെയാണെന്നുള്ള കാര്യം വ്യക്തമാകാതിരുന്നതോടുകൂടി പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ ഇവർ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഈ ശ്രീപ്രിയ പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഇവർ പറയുന്നത് ഈ 11 മാസം പ്രായമായ കുഞ്ഞിനെ ശ്രീപ്രിയയും അവരുടെ കാമുകനും അതോടൊപ്പം തന്നെ കാമുകന്റെ ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിനോട് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഈ കാമുകനൊപ്പം താമസിക്കാൻ വേണ്ടിയാണ് കുഞ്ഞിനെ വകവരുത്തിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു സൂചന. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ഭർത്താവ് തിരൂരിലെത്തി ഈ യുവതിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറലോകം അറിയുന്നത്. ഏതായാലും നിലവിൽ തൃശ്ശൂരിലാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന. ഇവരെ നിലവിൽ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വേണോ? സമീർ ബിൻ കരീമാണ് തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. BJP സ്ഥാനാർത്ഥികളെ ഉടൻ അറിയാം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ ഉയർത്തുന്ന സസ്പെൻസ് പട്ടിക പ്രഖ്യാപനത്തോടെ അറിയാം. ആകാംക്ഷ നിറയ്ക്കുന്ന ചോദ്യം ഇതാണ്: വാരാണസിക്ക് പുറമെ മോദി തെക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിൽ കൂടി മത്സരിക്കുമോ? അത് തമിഴ്നാട്ടിൽ നിന്നാകുമോ? ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴേക്ക് ഈ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്? മോദി തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി എന്ന് പറയാമോ? വേണു, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചത്. 11 മണിക്ക് ആരംഭിച്ച ചർച്ചകൾ പുലർച്ചെ 4 മണിവരെ നീണ്ടുനിന്നു. ഇത്രത്തോളം ദൈർഘ്യമേറിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇതിനു മുമ്പായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഏതാണ്ട് 4 മണിക്കൂറോളം പ്രത്യേക ചർച്ചകൾ നടത്തിയിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. 400 സീറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഉള്ള കൂടിയാലോചനകൾ, അതിൽ പ്രധാനമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ തന്റെ സിറ്റിംഗ് മണ്ഡലമായ വാരണാസിക്ക് പുറത്ത് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണോ എന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തുടക്കം മുതൽ തന്നെ ഇത്തവണ ഉണ്ടായിരുന്നു. കേരളവും തമിഴ്നാടും പരിഗണിക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ തന്നെ 2 മണ്ഡലങ്ങളാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് മത്സരിക്കാനായി പരിഗണിക്കുന്നത്. അതിൽ ഒന്ന് എന്നുള്ളത് രാമേശ്വരം ക്ഷേത്രം ഉൾപ്പെടുന്ന രാമനാഥപുരം മണ്ഡലമാണ്. മറ്റൊന്ന് കന്യാകുമാരിയാണ്. ഇത് രണ്ടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാംസ്കാരിക പൈതൃകം അടക്കമുള്ളവ പരിഗണിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇതിൽ ഏത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി മത്സരിക്കുമ്പോൾ അത് പാർട്ടിക്ക് 100% വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന, ഒപ്പം തന്നെ അതിലൂടെ ദക്ഷിണേന്ത്യയിലും ഒട്ടും പിന്നിലല്ല BJP എന്ന വലിയ സന്ദേശം കൂടി നൽകാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലായിരിക്കണം എന്ന ഉറപ്പ് തമിഴ്നാട് BJPക്ക് ഉണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്ന ചർച്ചകളിൽ 4 മണ്ഡലങ്ങളെ കുറിച്ചാണ് ചർച്ചകൾ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നിലവിലെ PCC അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആദ്യ പട്ടികയിൽ ഉണ്ടാകും. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിന് പുറമെ ഈ മറ്റ് 2 മണ്ഡലങ്ങൾ രാമനാഥപുരവും കന്യാകുമാരി അടക്കമുള്ള മണ്ഡലങ്ങൾ പരിഗണനയിലുണ്ട്. രാമനാഥപുരം ഒരു ന്യൂനപക്ഷ സ്വാധീനം ഏറെയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് 40% വോട്ടുകൾ നേടി വിജയിച്ച മണ്ഡലമാണ്. അവിടെ മത്സരിച്ചാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം കൂടി രൂപപ്പെട്ട സാഹചര്യത്തിൽ കനത്ത മത്സരം ഒരുങ്ങും. കൂടുതൽ സമ്മർദ്ദം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുമെന്ന സാഹചര്യം ഉണ്ട്. എന്നാൽ കന്യാകുമാരി ആണെങ്കിൽ അത് BJP 2 തവണ മുൻപ് പൊൻ രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ്. പ്രധാനമന്ത്രി മത്സരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം തന്നെ തമിഴ്നാട് ഘടകത്തിന്റെ കൂടി അവലോകനം പരിഗണിച്ച് മാത്രമേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയുള്ളൂ. പ്രധാനമന്ത്രി 2ാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആദ്യ പട്ടികയിൽ തന്നെ ഉണ്ടായേക്കില്ല എന്നുമുള്ള സൂചനയുണ്ട്. അടുത്ത ഒരു ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ 2ാമത്തെ മണ്ഡലം പ്രഖ്യാപിക്കുക എന്നുമാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമന്ത്രിയുടെ അന്തിമ തീരുമാനം തന്നെയായിരിക്കും ഇതിൽ നിർണായകമായി മാറുക. പട്ടിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ BJP നേതൃത്വം നൽകിയ സൂചനയെങ്കിൽ അത് മറ്റന്നാളത്തേക്ക് മാറിപ്പോയേക്കും എന്ന സൂചനകൾ, അത്രത്തോളം നേരിയ തോതിൽ വൈകിയേക്കും എന്ന സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ആദ്യ പട്ടിക ഏതാണ്ട് 125ഓളം പേരുകൾ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കമുള്ള പേരുകൾ, ഒപ്പം തന്നെ ചില അപ്രതീക്ഷിത പേരുകൾ, സിനിമ, ഒപ്പം ക്രിക്കറ്റ് മേഖലയിൽ നിന്നുള്ള ചില പ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് പാർട്ടി പരാജയപ്പെട്ട, കടുത്ത മത്സരമൊരുക്കിയാൽ ജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഈ ആദ്യ പട്ടികയിൽ തന്നെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചരണം ആരംഭിക്കാനാണ് BJPയുടെ പദ്ധതി. എന്തായാലും നിലവിലെ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചനയനുസരിച്ച് മറ്റന്നാൾ മാർച്ച് 3 വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും ഈ പട്ടിക പുറത്തുവിടുക. പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വേണു. ശരി, ബൽറാം തുടരുക. BJPക്ക് 370 സീറ്റ് എന്ന മോദിയുടെ ലക്ഷ്യത്തിനൊപ്പം ദക്ഷിണേന്ത്യ നിൽക്കുമോ? തെക്കേ ഇന്ത്യയിൽ BJP ലക്ഷ്യമിടുന്നത് എത്ര സീറ്റുകൾ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ BJPയുടെ ഇതുവരെയുള്ള പ്രകടനം എങ്ങനെയായിരുന്നു? വിലയിരുത്തലുമായി S. വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ,
തെക്കേ ഇന്ത്യ ഇത്തവണ മോദിയുടെ 370 എന്ന ലക്ഷ്യത്തിന് എത്രമാത്രം പ്രധാനമാണ്? മോദി വരിക വഴി എന്ത് സംഭവിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു? ഇതുവരെയുള്ള പ്രകടനത്തിന്റെ ഒരു ചരിത്രം BJPയെ സംബന്ധിച്ച് എന്ത് സൂചനകൾ നൽകുന്നതാണ്, എന്ത് വെല്ലുവിളികൾ നൽകുന്നതാണ്? വേണു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം കർണാടക മാറ്റി നിർത്തിയാൽ അങ്ങനെ കാര്യമായി എന്തെങ്കിലും വലിയ നേട്ടമുണ്ടാക്കിയ ചരിത്രം ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയെ കൂടി കുറച്ചുകൂടി BJP അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏതാണ്ട് 130 സീറ്റുകളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാകെ ലോക്സഭയിലേക്ക് പോകുന്നത്. ആ 130-ൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകൾ മാത്രമേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. വടക്കേ ഇന്ത്യയിൽ തൂത്തുവാരുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുകയും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന BJPക്ക് പക്ഷേ ദക്ഷിണേന്ത്യയിൽ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമേ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ തവണ 130-ൽ വെറും 30 സീറ്റിൽ BJP ഒതുങ്ങിപ്പോവുകയും ചെയ്തു. ഇത്തവണ അതിൽ കർണാടക ഭരണം നഷ്ടപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് BJPയുടെ ആഭ്യന്തര സർവേകളൊക്കെ പറയുന്നത്. അവിടെ JDSനെ കൂടി ചേർത്ത് 20-ലധികം സീറ്റ് അവിടെ ഉറപ്പിക്കുന്നുണ്ട് BJP ഇപ്പോഴത്തെ നിലയിൽ. അവിടെ വലിയ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് BJP കരുതുന്നു. തമിഴ്നാട്ടിലേക്ക് വന്നാൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അണ്ണാമലൈ എന്ന BJPയുടെ യുവ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമലിലേറി BJP മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് BJPയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് അണ്ണാമലൈ നടത്തിയ സംസ്ഥാന പര്യടനം, എൻ മണ്ണ് എൻ മക്കൾ സംസ്ഥാന പര്യടന ജാഥ അവസാനിച്ചത്. പ്രധാനമന്ത്രി അവിടെ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിൽ BJP ഏറെക്കുറെ അങ്ങനെ വലിയ സഖ്യമൊന്നുമില്ലാതെ AIADMK ദുർബലമായി, അത് ശിഥിലമായി. BJP വേഴ്സസ് DMK എന്ന മട്ടിലേക്ക് അവിടുത്തെ രാഷ്ട്രീയത്തെ എത്തിക്കാൻ അണ്ണാമലൈ എന്ന നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വോട്ടായി മാറുമോ എന്നറിയില്ല. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എന്നത് അവിടെ രാമനാഥപുരത്തോ കന്യാകുമാരിയിലോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ അത് തമിഴ്നാട്ടിൽ BJPയുടെ സാധ്യതകൾ കുറെ കൂടി മെച്ചപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വന്ന ചില സർവേകൾ BJPക്ക് അവിടെ 4 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേയുടെ ആദ്യ സർവേയിൽ BJPക്ക് 0 മുതൽ 2 എന്നതായിരുന്നു കണക്ക്. അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, അവിടെ വലിയ ആൾക്കൂട്ടം BJPയുടെ റാലികളിൽ വരുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി തുടർച്ചയായി തമിഴ്നാട്ടിൽ വന്നു. അവിടെ ഈ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, രാമസേതു, രാമേശ്വരം, അവിടെയൊക്കെ തുടർച്ചയായി കോദണ്ഡരാമ ക്ഷേത്രം, അവിടെയൊക്കെ തുടർച്ചയായി അദ്ദേഹം പോകുന്നു. ഇതൊക്കെ തമിഴ്നാട്ടിൽ BJP നരേന്ദ്രമോദിയെ വെച്ചെന്തോ നീക്കം നടത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഒക്കെ വിലയിരുത്തുന്നുണ്ട്. അവിടെ നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകും എന്ന് BJP കരുതുന്നു. പക്ഷെ അപ്പോഴും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യമായി DMKയുടെ നേതൃത്വത്തിൽ നിൽക്കുകയാണ്. അവിടെ ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. ദ്രാവിഡ വോട്ടുകളെ സമാഹരിക്കുന്നതിൽ സ്റ്റാലിൻ നടത്തുന്ന നീക്കങ്ങൾ ഏറെക്കുറെ എല്ലാ തരത്തിലും വിജയിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഒരു പോരാട്ടത്തിന് മോദി രംഗത്തിറങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലൊരു ഖണ്ഡിതമായ തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തിയെന്ന് ഈ ഘട്ടത്തിലും നമ്മൾ കരുതുന്നില്ല. തെലങ്കാനയിലേക്ക് വന്നാൽ BJPക്ക് 5 ലോക്സഭാ സീറ്റുകളുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല നേതാക്കളുള്ള ഒരു മേഖല കൂടിയാണ്. BJPയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ DMK ദുർബലമായപ്പോൾ ആ വോട്ട് ബാങ്ക്, അതിലെ സോഫ്റ്റ് ഹിന്ദുത്വ വോട്ടുകൾ BJPയിലേക്ക് വന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന് സമാന സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന. BRS എന്ന രാഷ്ട്രീയ പാർട്ടി അതിന് ഭരണത്തിൽ നിന്ന് പോയതോടെ അത് ദുർബലമാകുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ദുർബലമാകുമ്പോൾ അവിടെയുള്ള ഈ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് എത്തുമെന്നതാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനത്ത് തെലങ്കാനയിൽ എന്തെങ്കിലുമൊക്കെ കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് BJP കരുതുന്നുണ്ട്. ആന്ധ്രയിലേക്ക് വന്നാൽ ആന്ധ്രയിൽ BJPക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് BJPയുമായി ഏതാണ്ട് അതിൻ്റെ ഒരു നിശബ്ദ NDA അംഗം എന്ന മട്ടിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. BJPയുമായി സഖ്യത്തിന് തെലുങ്ക് ദേശം പാർട്ടി തയ്യാറാണ്. ചന്ദ്രബാബു നായിഡു തയ്യാറാണ്. അവിടെ BJPയുടെ ആശയക്കുഴപ്പം, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിൽ ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടണോ അതോ YSR കോൺഗ്രസിനെ ജഗൻമോഹനെ കൂട്ടണോ എന്ന് തന്നെയായിരിക്കും. അവിടെ ഒരു സഖ്യകക്ഷിയെ തീരുമാനിക്കലാകും BJPയെ സംബന്ധിച്ച് നിർണായകമാവുക. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക, മുന്നോട്ട് പോകുക, വോട്ട് ശതമാനം 15-നും 20-നും ഇടയിലെത്തിക്കുക എന്നതൊക്കെയാണ് BJPയുടെ പ്രതീക്ഷ.
മോദി തമിഴ്നാട്ടിൽ മത്സരിച്ചാൽ അതിൻ്റെ പ്രഭാവം കേരളത്തിൽ അല്ലെ കന്യാകുമാരിയിൽ മത്സരിച്ചാൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമെന്ന് BJP കരുതുന്നുണ്ട്. എന്തായാലും സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അവരുടെ 370 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തണമെങ്കിൽ അതിൽ നിർണായകമാണ്. അതിനിപ്പോഴെടുത്ത ജോലിയേക്കാൾ കൂടുതൽ എടുക്കേണ്ടി വരുമെന്നത് BJP നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമനും ജയശങ്കറും ഒക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങുക. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെയായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്തായാലും ക്രൂഷ്യലാണ് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. BJP കാര്യമായ ഗെയിമിന്, കാര്യമായ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്ന മേഖല കൂടിയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്. അത് ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ രാഷ്ട്രീയ കൗതുകത്തോടെ നിരീക്ഷിക്കേണ്ട സംസ്ഥാനമാവുകയും ചെയ്യുന്നുണ്ട്. ശരി, ദക്ഷിണേന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ പദ്ധതി എന്ത് എന്നതിനെ സംബന്ധിച്ച വിലയിരുത്തലാണ് SB ജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. ഒരിക്കൽ കൂടി ബൽറാമിലേക്ക്. കർഷക പ്രക്ഷോഭത്തിനിടെ ഹരിയാനയിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ? UPയിലെ RLD ഫാക്ടർ കർഷക പ്രതിഷേധത്തിനിടയിലും BJPക്ക് വൻ വിജയം സമ്മാനിക്കുമോ? ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബൽറാം, കർഷക പ്രക്ഷോഭം ഒരു വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതി, അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല അത് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രൂപത്തിൽ നിഷ്പ്രഭമായി പോകുന്നു എന്നാണോ ഈ കൂടിയാലോചനകൾ, സഖ്യകക്ഷികളെ പുതുതായി ഉൾപ്പെടുത്തൽ, അവരുമായുള്ള ധാരണ ഇതെല്ലാം വ്യക്തമാക്കുന്നത്? വേണു, ഈ കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഒപ്പം തന്നെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്. ഇതിൽ പഞ്ചാബ് യാതൊരു തരത്തിലും BJP പ്രതീക്ഷ വയ്ക്കുന്നില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം BJP നേരത്തെ തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആഭ്യന്തര സർവേ ഹരിയാനയുടെ കാര്യത്തിൽ നടത്തിയിരുന്നു. 2019 തന്നെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നു പോകേണ്ട സാഹചര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിലെ പടലപ്പിളക്കങ്ങൾ, ഒപ്പം തന്നെ നിലവിലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന്റെ ജനപ്രീതിയും തന്ത്രജ്ഞതയും അതാണ് BJPക്ക് തുടർഭരണം നൽകിയത്. JJPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കർഷക പ്രക്ഷോഭങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിലവിലൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ 15 സീറ്റുകൾ പോലും BJPക്ക് ലഭിക്കില്ല സംസ്ഥാനത്ത് എന്നാണ് ആഭ്യന്തര സർവേ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ അതേ സർവേയിൽ എന്നാൽ ലോക്സഭയിലേക്ക് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ജനങ്ങൾ മുഴുവനായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് BJPക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കാൻ ആത്മവിശ്വാസം നൽകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുന്നതടക്കം ആലോചിച്ചിരുന്നെങ്കിലും അത്തരത്തിൽ നടത്തിയത് കൊണ്ടും കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഹരിയാനയിൽ JJPയെ ഒഴിവാക്കി ആ ഒരു സീറ്റ് JJPക്ക് നൽകുന്നത് പോലും ഒഴിവാക്കി ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയാണ് കർഷക പ്രക്ഷോഭം ബാധിക്കുന്നത്. ജാട്ട് വിഭാഗം 2014 BJPയുടെ ഉത്തർപ്രദേശിലെ വലിയ കരുത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു വിഭാഗമാണ്. അവരുടെ പിന്തുണ മുസഫർ നഗർ കലാപത്തെ തുടർന്ന് BJPക്ക് അനുകൂലമായി. എന്നാൽ കർഷക പ്രക്ഷോഭത്തിന്റെ ശക്തി എന്നുള്ളതും ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകരായ ജാട്ട് വിഭാഗമാണ്. അവരെ പ്രതിനിധാനം ചെയ്യുന്ന RLDയെ കൂടെ നിർത്തിയതും ഈ ജാട്ടുകളുടെ രോഷം മറികടക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ്. എന്നാൽ പ്രക്ഷോഭം വീണ്ടും ഉടലെടുത്തത് RLDക്ക് നേരിയ തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതിനെ എന്നാൽ ഇപ്പോൾ ഒരു സഖ്യത്തിലൂടെ 2 സീറ്റ് നൽകി, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനവും നൽകി അവരെ കൂടെ നിർത്താം എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിലൂടെ വലിയൊരു പരിധിവരെ ഈ കർഷക രോഷം മറികടക്കാനാകും എന്നുമാണ് BJP കണക്കാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഒരു ഇടവേള കൂടി. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. പുതിയ ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്ന് 73745-ലും നിഫ്റ്റി 386 പോയിന്റ് ഉയർന്ന് 22339-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മെറ്റൽ, പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരികളിൽ മികച്ച തിളക്കം. പിന്തുണയായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ അതിവേഗ വളർച്ച. പേയ്മെന്റ് ബാങ്കുമായുള്ള ഇന്റർ കമ്പനി കരാറുകൾ അവസാനിപ്പിച്ച് പേടിഎം. നടപടി പേടിഎം വാലറ്റിലേക്കും ബാങ്കിലേക്കുമുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയതിനെ തുടർന്ന് പുതിയ ബാങ്കുമായി സഹകരിക്കാൻ ആലോചന. HDFC, ആക്സിസ്, SBI എന്നീ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തി പേടിഎം.
പിൻവലിച്ച 2000 രൂപ നോട്ടുകളിൽ 97% തിരിച്ചെത്തിയെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രചാരത്തിലുള്ള നോട്ടുകളുടെ ആകെ മൂല്യം 8470 കോടി രൂപയായി കുറഞ്ഞു. 2000 രൂപയുടെ കറൻസി വിപണിയിൽ തിരികെ എത്തിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങൽ. ഇന്ത്യയുടെ ടെലികോം മേഖലയ്ക്കായി പുത്തൻ പദ്ധതികൾ. ആഗോള ടെക് ഭീമനായ ക്വാൾകോമുമായി C. കരാർ ഒപ്പിട്ടു. കരാർ ടെലികോം ഉൽപ്പന്നങ്ങളുടെ വാണിജ്യവൽക്കരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 39,125 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധത്തിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും തദ്ദേശീയരുടെ കഴിവുകൾക്കും ഉത്തേജനം നൽകും. MiG-29 വിമാനങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാർ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. പ്രതീക്ഷിച്ചതിലും മികച്ച GDP കണക്കുകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് പുതിയ വിവരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. വിപണിയിൽ ഇന്ന് ശക്തമായ വാങ്ങലുകളാണ് നടന്നത്. മെറ്റലും പൊതുമേഖലാ ബാങ്കുകളുമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരികൾ. ഏകദേശം 3% നേട്ടമാണ് മെറ്റൽ മേഖലകളിൽ മാത്രമുണ്ടായത്. PSE ബെഞ്ച്മാർക്കിൽ ടാറ്റ സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ നേട്ടം നേടിയതെന്ന് തന്നെ പറയാം. ഏകദേശം 7% വളർച്ചയാണ് ടാറ്റ സ്റ്റീലിന്റെ ഓഹരികൾക്കുണ്ടായത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിയായ നിഫ്റ്റി ഇന്ന് ഒരു ഓൾ ടൈം അല്ലെങ്കിൽ എവർ ടൈം റെക്കോർഡ് കീഴടക്കിയെന്ന് പറയാം. 22,300 എന്ന ഒരു പോയിന്റ് കീഴടക്കി 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 355 പോയിന്റ് ഉണർവിൽ 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് 22,353 എന്ന പോയിന്റ് വരെയാണ് ഇന്ന് നിഫ്റ്റി 50യിൽ വ്യാപാരം നടന്നിരുന്നത്. അതിനുശേഷം ആണ് 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികളിലേക്ക് വരികയാണെങ്കിലും 1,166 പോയിന്റ് ഉണർവിൽ 47,286 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കുകളിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഏകദേശം 2.5% നേട്ടം ഇന്ന് ബാങ്ക് ഓഹരികളിലും ഉണ്ടായെന്ന് തന്നെ പറയാം. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ, ഒരു ഉറച്ച പിന്തുണ ഇന്ന് വിപണിക്കുണ്ടായി. ഇനി ഫിനാൻഷ്യൽ സർവീസ് ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ 434 പോയിന്റ് നേട്ടത്തിൽ 20,842 പോയിന്റോടെയാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വലിയൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1,245 പോയിന്റ് നേട്ടത്തിൽ 73,745 ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ത്രൈമാസ പ്രകടന കണക്കുകളുടെ GDP ഡേറ്റ പുറത്തു വന്നതിന് പിന്നാലെ വലിയൊരു പിന്തുണ, GDPയുടെ ഒരു വലിയൊരു പിന്തുണ തന്നെ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടായെന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കുകളൊക്കെ തന്നെ കുറച്ചേക്കുമെന്ന പ്രതീക്ഷയും ഇന്ന് ഓഹരി വിപണിയെ ഒരു അനുകൂലമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് TPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഇന്നത്തെ നമ്മുടെ ചോദ്യം നമ്മുടെ സെഗ്മെന്റിൽ നിന്നാണ്. വിപണി അറിയാം കാശും നേടാം എന്ന സെഗ്മെന്റിൽ നിന്ന് തെരഞ്ഞെടുത്ത ഈ ആഴ്ചയിലെ ചോദ്യം ശ്രീവത്സൻ സിയുടേതാണ്. ചോദ്യം ഇതാണ്: IPO ഷെയറുകൾ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയുടെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റിന്റെ ട്രെൻഡിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരു അപ്വാർഡ് ട്രെൻഡ് തന്നെയായിരുന്നു. മാർക്കറ്റ് ഹൈയുടെ അടുത്താണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിലെ തുടക്കം തൊട്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 100 പോയിന്റ് നിഫ്റ്റി മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അവിടെ തൊട്ട് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന ഒരു അനുഭവമാണ് ഇന്നുണ്ടായത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെൻ്റാണ് ഇന്നുണ്ടായത്. ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IPO എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്, റിസ്ക് കുറഞ്ഞ ഒരു കാര്യമാണ് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ റിസ്ക്. അതിൻ്റെ കാരണം തന്നെ ഒരു IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണ് അതിൻ്റെ പ്രൊമോട്ടർ. ആ പ്രൊമോട്ടറുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അറിയണം എന്നില്ല. കാരണം പലപ്പോഴും പുതിയ പ്രൊമോട്ടേഴ്സിൻ്റെ പുതിയ കമ്പനികളൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിലാണ് അത് വരുന്നത്, ആ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണ്. അതുപോലെ ഈ കമ്പനിക്ക് അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇവർക്ക് മാത്രമായിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചാലും പലപ്പോഴും ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ താഴെ ഉത്തമ ഉദാഹരണമാണ് LIC അറിയാത്ത ആരും ഇന്ത്യയിലില്ല. എന്നിരുന്നാലും പോലും ഏകദേശം 950 ഇഷ്യൂ നടത്തിയ LIC 530 വരെ പോയിട്ട് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് അവൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ഇഷ്യൂവിൽ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യം കൂടിയാണ് എന്ന്
ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കാം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. നമ്മുടെ പ്രേക്ഷകനായ ശ്രീവത്സൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ അതിഥി നൽകിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെയും വലിയ ആത്മവിശ്വാസത്തിലാണ് വിപണിയിൽ. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി തിങ്കളാഴ്ച കാണാം. ഇന്ന് സംഭവിച്ചതുമായി വേണു ബാലകൃഷ്ണൻ തുടരും. മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവ്. കർശന നടപടി ഉണ്ടാകും എന്ന് പറയുന്നവർ തന്നെയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് എന്ന് ജയപ്രകാശ്. SFI നേതാക്കളെ സംരക്ഷിക്കുന്നത് നേതാക്കൾ. കേസിൽ ഡീനിനെയും വാർഡനെയും പ്രതി ചേർക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് ഗവർണർ ഉറപ്പു നൽകിയെന്നും ജയപ്രകാശ് പറഞ്ഞു. SFI നേതാക്കളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ്. അവരുടെ നേതാക്കന്മാരെയാണ് സംരക്ഷിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇതിനു മുമ്പേ പിടിക്കണമായിരുന്നല്ലോ. വെറും പ്രവർത്തകരല്ല, അവർ നേതാക്കന്മാരാണ്. അതൊന്ന് ആലോചിക്കണം. നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവർ ഡീനിനെ പ്രതി ചേർത്തേ പറ്റുള്ളൂ. ഡീനിന് അവിടുത്തെ വാർഡനും കൂടെ 3 ദിവസം വരെ കൊടിയ പീഡനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പബ്ലിക്കായിട്ടും കൊണ്ട് നടത്തി. പബ്ലിക് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൻ്റെ പുറത്ത് കൊണ്ട് നടത്തുമ്പോൾ ഡീൻ അറിയില്ല എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി സ്ക്വാഡ് രൂപീകരിച്ചെന്ന് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിരുന്നു. മേഡം പറഞ്ഞത് ഇങ്ങനെ എല്ലാം അന്വേഷിച്ച് കൊണ്ടുവരാം എന്നവർ പറയുന്നു. കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചിട്ട് ഏകദേശം 10-12 ദിവസമായി. ആദ്യം പ്രതി ചേർത്തിട്ടുള്ള ഈ 12 പേരായിരുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ളവരുണ്ട് 18 പേര്. ആ 12 പേരിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട എല്ലാവരും ഒളിവിൽ കിടക്കുക. അത് വെറും പ്രവർത്തകരല്ല, വെറും SFI പ്രവർത്തകരല്ല, SFI ഭാരവാഹികളും കൂടെ. അപ്പോൾ അവരവിടെ പോയി എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പോഴും അവർ ആ 9 പേരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരെ മൊഴി എന്തായിരുന്നു, അത് ഏതൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഒരാഴ്ചക്കകത്ത് ഞാൻ എൻ്റെ മകനെയും, ഇനിയൊരു മകനുണ്ട്, മകനെയും വൈഫിനെയും കൊണ്ട് ചെന്നിട്ട് അവരെ വീട്ടിൽ പഠിക്കൽ ഞാനും കിടക്കും. അതിൽ ഒരു രാഷ്ട്രീയക്കാരെ മറ്റേ ഞാൻ പിന്തുണയ്ക്ക് പോകില്ല. അവർ വേണമെങ്കിൽ പിന്തുണയ്ക്കട്ടെ, ഏത് രാഷ്ട്രീയക്കാരെ. മീഡിയയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യില്ല. ഇതുവരേക്കുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ തൃപ്തനല്ല, അത് ഞാൻ പറയാം, അവർ കിട്ടാത്തതുകൊണ്ട്. ഹിമാചലിൽ മഞ്ഞുരുകുന്നില്ല. ഹിമാചലിൽ BJP പുറത്തുനിന്നും തുടങ്ങിവെച്ച രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് PCC അധ്യക്ഷയും മകനും. ഉത്തരേന്ത്യയിലെ ഒരേയൊരു കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി പ്രതിഭ സിംഗിന്റെയും മകൻ വിക്രമാദിത്യ സിംഗിന്റെയും കൈകളിലായിരിക്കും. വിമത MLA-മാരെ വിക്രമാദിത്യ കണ്ടത് കോൺഗ്രസിന് വേണ്ടിയോ BJPക്ക് വേണ്ടിയോ? വിക്രമാദിത്യ സിംഗ് നാളെ ഹിമാചൽ കാണാനിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയോ? നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, BJPയേക്കാൾ ശക്തമായി ഇപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഘടകങ്ങളായി ഈ അമ്മയും മകനും മാറുകയാണോ? വേണു, അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹിമാചൽ രാഷ്ട്രീയമടക്കം കഴിഞ്ഞു പോയത്. കാരണം കോൺഗ്രസ് പോലും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു പരാജയം കോൺഗ്രസിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ്, കാരണം സുരക്ഷിതമായ ഒരു സംസ്ഥാനത്ത് എങ്ങനെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നത് കോൺഗ്രസ് തന്നെ വലിയ തലവേദനയായിരുന്നു. അതിനിടയിലാണ് വിക്രമാദിത്യ സിംഗ് രാജിവെക്കുകയും പിന്നീട് ആ രാജി നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിമത MLA-മാരെ അടക്കം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് പ്രതിഭ സിംഗും കൂടാതെ വിക്രമാദിത്യ സിംഗും കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ ഒരു നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ BJP പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോഴും BJPയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും കോൺഗ്രസിന് ഒരു പൂർണ്ണമായും ഒരു ആശ്വാസം എന്ന നിലയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം താൽക്കാലികമായ ഒരു പ്രശ്ന പരിഹാരം മാത്രമേ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. നിലവിൽ പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഭ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സ്പീക്കറുടെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിഭ സിംഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കോൺഗ്രസിൽ ഇത്തരമൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളടക്കം കോൺഗ്രസിന്റെ
ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനൊപ്പം നിന്ന പല നേതാക്കളും പിന്നീട് BJP-യിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കളായി രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സമാനമായ നിലയിൽ ഇനി ഉത്തരേന്ത്യ സംസ്ഥാനത്തെ ഈ ഒരു നീക്കങ്ങൾ ഒരുപക്ഷെ വിക്രമാദിത്യ സിംഗ് ഭാവിയിൽ കരുക്കൾ നീക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക എന്തായാലും കോൺഗ്രസ് ഇതിനും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നിലയിൽ എന്താകും ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വിമത MLA-മാരെ അടക്കം ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവരുടെ നിലപാട് എന്താകുമെന്നത് കോൺഗ്രസ് സംബന്ധിച്ച് നിർണായകമാണ്. കോൺഗ്രസ് ഒപ്പം നിൽക്കുമോ അതല്ല BJP-യിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. എന്തായാലും ചണ്ഡീഗഡിലുള്ള വിമത MLA-മാരെ ഇന്ന് കൂടിക്കാഴ്ച നടത്തി അല്പസമയത്തിന് തന്നെ വിക്രമാദിത്യ സിംഗ് ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണു. ശരി, ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി പ്രവിത ലക്ഷ്മിയും സോന ജെറിയും.